എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ₹1 ചെലവില്ലാതെ അധികം പരിചരണമില്ലാതെ വീട്ടുമുറ്റത്തോ ടെറസിലോ നമുക്ക് എളുപ്പത്തിൽ വിളയിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ്. നമ്മുടെ കയ്യിലുള്ള ഒരു മധുരക്കിഴങ്ങിൽ നിന്ന് എങ്ങനെ ആയിരക്കണക്കിന് തൈകൾ ഉണ്ടാക്കാമെന്നും അത് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മറ്റു പാത്രങ്ങളിലോ നട്ട് 100 മേനി വിളവ് എങ്ങനെ എടുക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് നടീൽ രീതി മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ജൈവ രീതിയിൽ ഈ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് വേണ്ടത് മധുരക്കിഴങ്ങാണ്. ഇതിൽ നിന്ന് വള്ളികൾ ഉണ്ടാക്കാൻ 2 വഴികളുണ്ട്. ഒന്നാമത്തെ രീതി വെള്ളത്തിൽ വെക്കുന്ന രീതിയാണ്. 1 ഗ്ലാസ് വെള്ളത്തിൽ മധുരക്കിഴങ്ങിൻ്റെ പകുതി ഭാഗം മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ വെക്കുക. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൽ നിന്ന് വേരുകളും മുകളിലേക്ക് തൈകളും വരും. രണ്ടാമത്തെ രീതിയാണ് മണ്ണിൽ വെക്കുന്ന രീതി. ഇതുപോലെ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ചെറിയ ചട്ടിയിലോ മണ്ണ് നിറച്ച് മധുരക്കിഴങ്ങ് പകുതി താഴ്ത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ കിടത്തിയോ വെക്കുക. ഈ കാണുന്നത് മുള വന്ന മധുരക്കിഴങ്ങാണ്. നല്ല വലിയ കിഴങ്ങൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മാറിയിരുന്ന കിഴങ്ങ് തനിയെ മുളച്ച് വന്നതാണിത്. ഇതുപോലെ മുള വന്നത് വേണമെന്നില്ല, മുളയില്ലാത്തത് വെച്ചാൽ മതി. ഒരാഴ്ച കൊണ്ട് തന്നെ മുളച്ച് വള്ളി വീശി തുടങ്ങും. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ദിവസവും നനച്ച് കൊടുത്താൽ ഇതുപോലെ 2-3 ആഴ്ച കൊണ്ട് ധാരാളം വള്ളികൾ വരും. ഈ വള്ളികളിൽ നിന്ന് ഏകദേശം 20-30 സെൻറ്റിമീറ്റർ നീളം വീതം നമുക്ക് മുറിച്ചെടുത്ത് നടാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള തണ്ടുകൾ നോക്കി വേണം മുറിച്ചെടുക്കാൻ. ഇനി നമുക്കിത് നടാൻ ഒരു ഗ്രോ ബാഗോ അല്ലെങ്കിൽ ഇതുപോലത്തെ പെയിൻറ്റ് ബക്കറ്റോ ഉണ്ടെങ്കിൽ എടുക്കാം. പെയിൻറ്റ് ബക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഈ ബക്കറ്റിലേക്ക് ആദ്യം കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ചേർക്കുന്നതിലൂടെ അധികമായിട്ട് വരുന്ന വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും. കൂടാതെ ഇതിലൂടെ കാർബൺ എന്ന മൂലകം കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് കരിയില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഈ കരിയില പൊടിഞ്ഞ് താഴോട്ട് നന്നായിട്ടിരിക്കും. ഇനി ഇതിലേക്ക് മുറ്റത്തെയും പറമ്പിലെയും ഒക്കെ കളകളും പച്ചിലകളും ഒക്കെ ഇട്ട് കൊടുക്കാം. ശീമക്കൊന്നയുടെയോ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെയോ ഒക്കെ ഇലയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലൂടെ നൈട്രജൻ എന്ന മൂലകം നല്ല അളവിൽ കിട്ടുകയും ചെയ്യും. കൂടാതെ ഈ ഇലകൾ ചേർത്ത് കൊടുത്താൽ മണ്ണിൽ ജീവിക്കുന്ന നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ വിരകളാണ് നിമാവേര പോലുള്ളവ. ഇവയുടെ ആക്രമണത്തിൽ നിന്ന് ഒരു പരിധി വരെ തരണം ചെയ്യാൻ ഈ ശീമക്കൊന്നയുടെ ഇല, ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വേപ്പിൻ പിണ്ണാക്ക് കിട്ടാത്തവർക്ക് ഈ ഇലകൾ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ പോട്ടിമിക്സിൻ്റെ കൂടെ ഒരു പിടി ചേർക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന പോട്ടിംഗ് മിക്സ് കിച്ചൺ കമ്പോസ്റ്റും കരിയില കമ്പോസ്റ്റും കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നതാണിത്. നിങ്ങളുടെ കൈവശം ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത് എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ വളർത്തിയെടുത്ത വള്ളികൾ മുറിച്ചെടുത്തത് നട്ടുകൊടുക്കുകയാണ്. ഈ തണ്ടിൻ്റെ ഓരോ നോഡിലും വേരുകൾ മുളച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ കിഴങ്ങുകൾ ഉണ്ടാകും. അതിനായിട്ട് വള്ളിയുടെ മധ്യഭാഗം മണ്ണിൽ മൂടുന്ന രീതിയിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് വള്ളിയുടെ 2 അറ്റവും മണ്ണിൽ മൂടരുത്, നടുവശം മാത്രം മണ്ണിട്ട് മൂടുക. ഇങ്ങനെ ചെയ്താൽ കൂടുതൽ കിഴങ്ങുകൾ ഉണ്ടാകും. കാരണം ഇങ്ങനെ നടുമ്പോൾ തണ്ടിൻ്റെ നടുഭാഗത്തു നിന്നാണ് കൂടുതൽ വേരുകളും കിഴങ്ങുകളും വരുന്നത്. കൂടാതെ ഇതുപോലത്തെ ബക്കറ്റിലോ ഗ്രോ ബാഗിലോ ഒക്കെയാണ് നട്ടു കൊടുക്കുന്നതെങ്കിൽ 2-3 തണ്ടുകൾ വരെ നമുക്ക് നടാം. നട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരാഴ്ച അല്പം തണലുള്ള ഭാഗത്ത് വെച്ചതിന് ശേഷം പിന്നീട് നല്ല വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കണം. ഞാൻ കുറച്ച് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല കൂടി മുകളിൽ പൊതയിട്ട് കൊടുക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയോ ശീമക്കൊന്നയുടെ ഇലയോ ആര്യവേപ്പിൻ്റെ ഇലയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചുവട്ടിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ഒരു പരിധി വരെ ചെടിയെ തരണം ചെയ്യാൻ ഈ ഇലകൾക്ക് പറ്റും. അതുപോലെ മണ്ണിനടിയിൽ വളരുന്ന ഇതുപോലത്തെ കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതുപോലത്തെ പാത്രങ്ങളിൽ നടുമ്പോൾ കരിയില കമ്പോസ്റ്റും ഒക്കെ ചേർക്കുമ്പോൾ മണ്ണിന് നല്ല ഇളക്കം കിട്ടുന്നത് മൂലം നന്നായിട്ട് വേരോട്ടം കിട്ടും. അങ്ങനെ നല്ല വേരോട്ടം കിട്ടുന്നത് മൂലം കിഴങ്ങുകൾക്ക് നല്ല വലിപ്പം കിട്ടുകയും ചെയ്യും.
അതായത് മണ്ണ് എത്രത്തോളം ലൂസായിരിക്കുന്നുവോ അത്രത്തോളം വലിയ കിഴങ്ങുകൾ നമുക്ക് കിട്ടും. കരിയില കമ്പോസ്റ്റൊക്കെ ചേർത്ത് നട്ടു കൊടുക്കുകയാണെങ്കിൽ മണ്ണ് ഒരിക്കലും കട്ടിയാവില്ല, നല്ല ലൂസായിരിക്കും. വളരെ എളുപ്പത്തിൽ യാതൊരു ചിലവുമില്ലാതെ ഉഗ്രൻ കരിയില കമ്പോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളപ്രയോഗമാണ്. ചെടി വളർന്നു തുടങ്ങുമ്പോൾ തൊട്ട് കൃത്യമായിട്ട് വളപ്രയോഗം നൽകണം. കാരണം 4 തൊട്ട് 6 മാസത്തിനുള്ളിൽ വിളവ് തരുന്ന വിളയാണ് മധുരക്കിഴങ്ങ്. അതുകൊണ്ട് തലപ്പ് നട്ട് 2 ആഴ്ച കഴിയുമ്പോൾ ആദ്യ വളപ്രയോഗം നടത്തണം. അതിനായിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് 4 ഇരട്ടി വെള്ളം ചേർത്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ചെടിക്ക് പെട്ടെന്ന് വളരാനുള്ള നൈട്രജൻ നൽകും. അതിനുശേഷം 1 മാസം കഴിയുമ്പോൾ രണ്ടാമത്തെ വളപ്രയോഗം നടത്തണം. ഈ സമയത്ത് കുറച്ചുകൂടി കട്ടിയുള്ള വളങ്ങൾ നൽകാം. ഒന്നുകിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് നേർപ്പിച്ചൊഴിച്ചു കൊടുക്കുന്നത് കിഴങ്ങുകൾക്ക് നല്ല വലിപ്പം വെക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ പച്ചില വളങ്ങൾ പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ യാതൊരു ചിലവുമില്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന പച്ചില വളമാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം വീണ്ടും 2-ാം മാസം ഒഴിച്ചു കൊടുക്കേണ്ടത് കിഴങ്ങുകൾ വലുതാകാൻ പൊട്ടാസ്യം വേണം. അതിനായിട്ട് ഞാനിവിടെ കിച്ചൺ കമ്പോസ്റ്റിൻ്റെ കൂടെ ചാരവും കൂടി ചേർത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് 2-ാം മാസത്തെ വളമിടിയിലാണ്. കമ്പോസ്റ്റും ചാരവും കൂടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ചാരം കിട്ടാത്തവർ പഴുത്തൊലി വെള്ളത്തിലിട്ട് വെച്ച ശേഷം ആ വെള്ളം ഒഴിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വള്ളികൾ വല്ലാതെ പടർന്നു തുടങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ വള്ളികൾ പോകുന്ന വഴിയൊക്കെ വേരുകൾ ഇറങ്ങി ചെറിയ കിഴങ്ങുകൾ ഉണ്ടാകും. അത് പ്രധാന കിഴങ്ങിൻ്റെ വലിപ്പം കുറയ്ക്കാൻ കാരണമാകും. അതുപോലെ ഓരോ പ്രാവശ്യം മധുരക്കിഴങ്ങ് നട്ട് വള്ളി പിടിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് എക്സ്ട്രാ നീണ്ടുപോകുന്ന വള്ളികൾ മുറിച്ചെടുത്ത് മറ്റൊരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നേരിട്ട് മണ്ണിലോ നട്ടുകൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ വിളവെടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അടുത്തത് വിളവെടുപ്പിന് സമയമാകും. അങ്ങനെ നമുക്ക് 365 ദിവസവും മധുരക്കിഴങ്ങ് കൃഷി ചെയ്യാൻ പറ്റും. അധികം വളങ്ങളും പരിചരണങ്ങളും ഒന്നും ആവശ്യമില്ലാത്ത ഒരു വിളയാണിത്. കൂടാതെ മധുരക്കിഴങ്ങിൻ്റെ ഇല തോരൻ വെക്കാനും വളരെയേറെ നല്ലതാണ്. ഒപ്പം ഇതിൻ്റെ ഇലകൾ നമുക്ക് വളമാക്കിയെടുത്ത് എല്ലാ കൃഷിക്കും ഉപയോഗിക്കാനും പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മധുരക്കിഴങ്ങിൻ്റെ പ്രധാന ശത്രു ഇല തിന്നുന്ന പുഴുക്കളും ഇലപ്പേനുകളുമാണ്. ഇതിന് പ്രതിവിധിയായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി വീതം വേപ്പെണ്ണയും സോപ്പ് ലായനിയും ചേർത്ത് ഇലകളുടെ അടിഭാഗത്ത് തളിക്കുന്നത് പ്രാണികളെ അകറ്റാൻ നല്ലതാണ്. മറ്റൊരു മാർഗം, 1 പിടി കാന്താരി മുളകും കുറച്ച് വെളുത്തുള്ളിയും ചതച്ച് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം അരിച്ചെടുത്ത് സ്പ്രേ ചെയ്യുന്നത് നല്ലൊരു കീടനാശിനിയാണ്. അതുപോലെ ഇത് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത ഒരു പ്രധാന പ്രശ്നമായിട്ട് മധുരക്കിഴങ്ങിൽ കാണുന്നത് ചെള്ളെന്ന് പറയുന്ന കീടമാണ്. ഇത് കിഴങ്ങ് തുരക്കുന്ന പ്രധാന കീടമാണ്. ഇത് വരാതിരിക്കാനായിട്ട് മണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. വേപ്പിൻ പിണ്ണാക്ക് കിട്ടാത്തവർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശീമക്കൊന്നയുടെ ഇലയോ ആര്യവേപ്പിൻ്റെ ഇലയോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുപോലെ ഇതിൻ്റെ ചുവട്ടിൽ മണ്ണ് ഒരുപാട് ഉണങ്ങിപ്പോകാതെ നനയ്ക്കാനും ശ്രദ്ധിക്കണം. മധുരക്കിഴങ്ങ് സാധാരണയായി വിളവെടുക്കാൻ 3 മുതൽ 4 മാസം വരെയാണ് എടുക്കുന്നത്. എന്നാൽ നിങ്ങൾ നട്ടിരിക്കുന്ന ഇനത്തിനും നൽകുന്ന പരിചരണത്തിനും അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരാം. എനിക്ക് സാധാരണ 4 മുതൽ 6 മാസത്തിനുള്ളിൽ വിളവെടുത്താൽ മാത്രമേ അത്യാവശ്യം വലിപ്പമുള്ള കിഴങ്ങ് കിട്ടാറുള്ളൂ. വിളവെടുപ്പിന് പാകമായോ എന്നറിയാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതായത് ചെടിയുടെ ഇലകൾ പച്ചനിറം മാറി മഞ്ഞയായി തുടങ്ങുന്നതും വള്ളികൾ ഉണങ്ങുന്നതുമാണ് ഏറ്റവും പ്രധാന ലക്ഷണം. പിന്നെ മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ പരിശോധിക്കാം. അതായത് ചുവട്ടിൽ നിന്ന് മണ്ണ് മാറ്റി ഒരു കിഴങ്ങ് പുറത്തെടുത്ത് ഒന്ന് മുറിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന പാൽ പെട്ടെന്ന് ഉണങ്ങുകയും വെള്ള നിറമായി മാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാകമായിട്ടുണ്ട്. എന്നാൽ കിഴങ്ങ് പാകമായിട്ടില്ലെങ്കിൽ ആ പാല് കറുത്ത നിറമായി മാറും. മധുരക്കിഴങ്ങ് നിലത്താണ് നട്ടിരിക്കുന്നതെങ്കിൽ കിഴങ്ങ് വലുതാകുമ്പോൾ ചുവട്ടിലെ മണ്ണ് വിണ്ട് കീറുന്നത് നോക്കിയും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ വക ലക്ഷണങ്ങളിലൂടെയൊക്കെയാണ് മധുരക്കിഴങ്ങ് വിളവെടുപ്പിന് പാകമായി എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ ഒരു പാത്രത്തിലെ മാത്രമേ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി വിളവെടുക്കുന്നുള്ളൂ.
കാരണം ഇത് നട്ടിട്ട് 3 മാസമേ ആകുന്നുള്ളൂ. വള്ളികൾ ആദ്യം മുറിച്ച് മാറ്റുക. ശേഷം പാത്രം സാവധാനം ചെരിച്ചു കൊടുത്ത് മണ്ണ് മാറ്റി എടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ വീഡിയോ ഓഫായി പോയത് അറിഞ്ഞില്ല. ഇനിയും ഇത് വലിപ്പം വെക്കാനുണ്ട്. വളരെ ചെറിയ കിഴങ്ങുകളാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ ഒരു 5 മാസമൊക്കെ ആകുമ്പോഴാണ് വിളവെടുക്കാറുള്ളത്. അപ്പോൾ മാത്രമേ എനിക്ക് അത്യാവശ്യം വലിപ്പമുള്ള കിഴങ്ങ് കിട്ടാറുള്ളൂ. ഞാൻ ഈ ഒരു സമയത്ത് വീഡിയോ ഇടാൻ കാരണം മധുരക്കിഴങ്ങ് കേരളത്തിലെ കാലാവസ്ഥയിൽ വർഷത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും കൃഷി ചെയ്യാമെങ്കിലും ഏറ്റവും നല്ല വിളവ് ലഭിക്കാൻ ജനുവരി ഫെബ്രുവരി മാസമാണ് നല്ലത്. കാരണം മഴയ്ക്ക് മുമ്പായിട്ട് വിളവെടുക്കാൻ പറ്റും. പിന്നെയുള്ള പ്രധാന സീസൺ ഒക്ടോബർ നവംബർ മാസങ്ങളും ജൂൺ ജൂലൈ മാസങ്ങളുമാണ് അനുയോജ്യം. അതുപോലെ മറ്റൊരു ടിപ്പ് പറയാം. മധുരക്കിഴങ്ങ് വിളവെടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് നനയ്ക്കുന്നത് നിർത്തുക. ഇത് കിഴങ്ങ് കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതിനുശേഷം 4-5 ദിവസം തണലത്ത് വച്ചിട്ട് ഉപയോഗിച്ചാൽ മധുരം കൂടുകയും ചെയ്യും. അതുപോലെ മധുരക്കിഴങ്ങ് വള്ളികൾ നടുമ്പോൾ വള്ളികൾ ചീഞ്ഞു പോകുന്ന പതിവുണ്ടെങ്കിൽ 20 ഗ്രാം സൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 20 മിനിറ്റ് വള്ളികൾ അതിൽ മുക്കി വെച്ചതിന് ശേഷം നട്ടുകൊടുത്താൽ മതിയാകും. ഇടയ്ക്കിടയ്ക്ക് ഇത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു വർഷം മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മധുരക്കിഴങ്ങ്, കൂർക്ക, ഇഞ്ചി, മഞ്ഞൾ ഇവ നടുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് മധുരക്കിഴങ്ങൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ആ വീഡിയോ കൂടി കണ്ടു നോക്കൂ. കുറച്ചുകൂടി ടിപ്സൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ കുറഞ്ഞ അധ്വാനത്തിൽ വീട്ടിൽ തന്നെ വിഷമില്ലാത്ത മധുരക്കിഴങ്ങ് നമുക്ക് കൃഷി ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.